ഇവിടെ സ്റ്റേ എടുത്തുള്ള ഒരു ആഫ്രിക്കക്കാരനുണ്ട്, ഇതാ കാശ്മീരി ഉണ്ട്, ചെന്നൈ വാല ആദ്മിയെ ഇതാണ് നമ്മളെ അനിൽ ഭായ്. അനിൽ ഭായ് is there. Okay. You want to taste our chips, banana chips? From Ghana. Ah. That you will do that person. Kana. Come, bro. Add it. This one Ghana. Huh? No. Yes. You get it from Ghana? Yes. From Ghana, we have it plenty. Yeah, they have the banana trees. Banana trees. So fine. No, actually, Nice, thank you very much. You're welcome. actually what they do now, they have banana chips. You know this? No, I think they have banana chips. But what now? Not this Kerala type banana. Like this. They have their own variety of banana. From that they do. Their chips will be like this much thickness, you know. In Hong Kong, I went Hong Kong, this much thickness. Example, the one chips will be. I know that our Kerala banana, I think Yeah, you very can get thin. from there. Yes, yes, yes. One chips very thin. Okay. But their country 5 chips, 1 chip. Okay, fine. ഇതാണ് ഇവിടുത്തെ വൈബ് കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പോൾ കുറച്ച് നേരത്തെ സ്പെയിനിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം സംസാരിച്ച് ഇങ്ങനെ കമ്പനിയാക്കി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുക, കുറേ സംസാരിക്കുക. ഈ സോളോ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്. ഹബീബി കം ടു കാശ്മീർ. Okay. Medicinal. ये वो फार्मर है ना, it's Ayurveda medicine like. वही लग रहा है. ये African medicine. ആഫ്രിക്കയിലുള്ള എന്തൊരു മെഡിസിനാ പോലെ അതിൽ കറാൻ പോലത്തെ എന്തൊരു സംഭവം ട്രൈ ചെയ്ത്. കഞ്ചാവൊന്നുമല്ല എന്തായാലും. It's African medicine. इसमें काली मिर्ची बोलते हैं. ये काली मिर्ची लग रही है मगर नहीं वो है काली मिर्च नहीं. ये काली मिर्ची नहीं है, ये लग रही है काली मिर्ची. Tastes like what is same? काली मिर्ची ऐसा फ्लेवर देती नहीं. देखो अरे खाने पर हल्की सी काली मिर्च और उसका फ्लेवर दे रही है, पीने का फ्लेवर दे रही है. ചങ്ങന്റെ ഒരു ബാഗ് ഇങ്ങനെ മിസ്സായിട്ട് ഒന്ന് ബാഗ് ഇങ്ങനെ മിസ്സായി ഭാഗത്തിന്റെ. എൻ്റെ ഒരു പ്രശ്നമില്ല. अभी ये तो नहीं देखे कि बेहोश ना कर दे. ओ भाग जाए. It is a little bit spicy. Natural. Natural, that's what I'm saying. See, the flavor is so good. It is spicy ആണ്. It's very. लोगों की बात बोला. ഇതൊരു പുളിയോ എന്തെല്ലാം ഉണ്ട്. ये देख अनिल, ये देख देखो ऐसे कर साइड में रखा. You are also जीप को लग रहा है. you are also try to जीप को लग रहा है. देख सी. This good. Yes, good. Very cool. See. African. तभी इतना strong होते हैं. मजबूत So होते हैं. strong. Different. Boom. എന്തോ ഒരു സാധനം കേട്ടാ. साला एक दाना खाया मैं. देखो कितना strong था. ഞാൻ കൈമ തന്ന ഫുൾ ആയിട്ടുള്ള സാധനം തിന്നുകയും ചെയ്തു. അടിപൊളി സാധനം കേട്ടോ. ഈ സാധനം 2 എണ്ണം തിന്നാൽ മതി. ഫുള്ള് ആമ്പക്കെല്ലാം വന്ന് ഗാനയിൽ നിന്നുള്ള ഒരു അടിപൊളി മെഡിസിൻ സാധനം. മെഡിസിനുള്ള സാധനമാണ്, വേറെ കഞ്ചാവൊന്നുമല്ല. കഴിക്കുമ്പോൾ തന്നെ നല്ല കൂളായിട്ടുള്ള ഒരു സാധനം. വെള്ളം കുടിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു തരത്തില് സോഡ എങ്ങാനും ഫീൽ ചെയ്യുന്നത് എനിക്ക്. Physical education. അടിപൊളി സാധനം. നന്നായിട്ട് വയറിന് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. ഇപ്പൊ इसका फायदा കിട്ടില്ല സാധനം. ഒരു ഹെവി സപ്പോർട്ട് സാധനം. എന്താ പറയാ, അടിപൊളി. Acid gas की दवाई पूरा हाजमा ठीक. Thank you. और 2 बार. ആക്ച്വലി ഞാനിതാ ഡൽഹിയിൽ വന്നിട്ട് ഇന്ന് മിക്കവാറും എൻ്റെ ഡൽഹിയിലുള്ള ലാസ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. നമ്മളെ ഇസാബ്രോ ഉണ്ട് കൂടെ തന്നെ. നമ്മൾ പരിചയപ്പെട്ട് നല്ല കമ്പനിയായി. ഉപ്പ് അടിപൊളി മനുഷ്യൻ. സിമ്മിയോട് ഫുഡ് വേണമെന്ന് ചോദിച്ചാൽ സിമ്മി പറഞ്ഞു ഫുഡ് വേണ്ട, എനിക്ക് ഫുഡാക്കേണ്ട സാധനമാക്കി തരുമെന്ന് ചോദിച്ചു. അല്ലേ കാനൊക്കെ സാമാൻ ചെയ്യാനാ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നല്ല ചായ എല്ലാം കുടിക്കുക. എന്നിട്ട് അടുത്ത കുറച്ച് പരിപാടി. ഇന്ന് രാത്രി ഞാൻ നേരെ മണാലിയിലേക്ക് പോകേണ്ട പരിപാടിയാണ്. നമ്മളെ മൂപ്പർ ആകെ ഇവിടെ പെട്ടിട്ടാവില്ല. അപ്പോൾ എന്നാൽ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. കാരണം ഗാനയിൽ നിന്ന് വന്നതാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകണം. പക്ഷേ വിസയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ കുടുങ്ങിയിട്ടാവില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് നമ്മൾ നല്ലൊരു ആലു പറാത്തയും ചായയും കുടിക്കണം. നല്ല അടിപൊളി ആലു പറാത്ത കേട്ടോ. ആലു പറാത്തയും ചായയും നേരെ ഇവിടെ തന്നെയുള്ള ചെറിയൊരു കടയിലാണ്. അപ്പോൾ നമ്മൾ 3 ആളും കൂടി വരുന്നത് ഇതെല്ലാം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇന്ന് മിക്കവാറും ഞാൻ റെഡ് സ്പോട്ടിലേക്കും കൂടി പോകും. റെഡ് സ്പോട്ടിൽ കാരണം ഞാൻ വന്നിട്ട് പോയില്ല. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിടാം. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായില്ല. കാരണം അവിടെ വെച്ചാൽ ഫുഡ് വേണമെന്ന് വെച്ചാൽ എന്നോട് എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചത്. ഭയങ്കര ഒരു
സിമ്മി അടിപൊളി കമ്പനി ആട്ടോ എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടി സിമ്മി എന്നാണ് പേര്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കണം പെണ്ണ് വെക്കണം പെണ്ണാ 10 रुपये വെക്കോ. അങ്ങനെതാ മൂപ്പത്തി നല്ല ഹാപ്പിയായി സാധനം കിട്ടി ഒരു ആട്ടയും ഉണ്ട്. ഇതെല്ലാം റെഡിയായിട്ട് എത്തിക്കേണ്ടത് അറിയില്ല കൊണ്ടു കൊടുക്കും പോകണം അയാന്ന് പണി അല്ലാ. ഇവള് വന്നിട്ട് എന്നോട് പറഞ്ഞ ഫുഡിന് വെച്ച സമയത്ത് എന്നോട് പറഞ്ഞത് നമുക്ക് ഫുഡ് വേണ്ട വീട്ടിലേക്കുള്ള എന്തെങ്കിലും സാധനം വേണം. അങ്ങനെ നമ്മൾ കുറച്ച് സാധനമെല്ലാം വാങ്ങി ആട്ടപ്പൊടിയെല്ലാം വാങ്ങി ഇതാ ഫാമിലിയിലെത്തി. ഓക്കെ ഓക്കെ. ഈ ചങ്ങായിനെ കണ്ട ഒരു വല്ലാത്തൊരു ഭയം തന്നെ കേട്ടോ. What the fuck? This is Okay. the same, I think. What is that? വിച്ച് വൺ? ഇത് ഓരോ പോയ രാജ്യങ്ങളിലേക്കുള്ള ഫ്ലാഗ് ഇങ്ങനെ കുത്തി വെക്കില്ല. പോയ കുറേ സ്ഥലത്തുള്ള ഫ്ലാഗ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ആമസോണിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. Such a big traveler. Yeah, I try. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഈ സോളോ ട്രിപ്പിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം ഇത്. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കാണാം, മീറ്റ് ചെയ്യാം. എനിക്കൊന്ന് മലയാളം തോന്നുന്നല്ലോ അല്ലേ? അല്ലേ മലയാളി അനദർ മലയാളി. ഈസ് ഫ്രം മൈ പ്ലേസ്. See, same. കണ്ണൂർ. ഞാൻ നമ്മളെ ആഫ്രിക്കൻ ബഡിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത് ഇഷ്ടംപോലെ സാധനമുണ്ട് അങ്ങനെ വന്നേ. താങ്ക് യു എന്നൊക്കെ കടലല്ലാതെ ഇരുന്നടിക്കുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും ഇത്ര ആരോഗ്യം എടുക്കുക? ചാക്ക് കണക്കിന് കടല എന്താ പറയുക? No, this. റൈസ് No, റൈസ് പൗഡർ no, Gary. Yeah. Africa food, Gary. ആഫ്രിക്ക ഫുഡ്. Yes. So you mix with this. കയറ്റാം. You take this one. This one is sugar. ഷുഗർ. ഓക്കെ. Sugar plus this, plus this, plus this. This one Bambala beans. ബംബാല ബീൻസ്. Yes. Bambala beans. This one. ഇതെല്ലാം തിന്നാ പിന്നെ Africa. Bambala beans. I need this one become like you. This is pure natural. This one is sugar. Inshallah, one time I come to there in Ghana. Come one day. I beg. Eh? Inshallah. What are you doing? Come Ghana. You come Sure, Ghana, see inshallah. me. You will not come back here. And Inshallah. you too come to Kerala, okay? Okay. നമ്മൾ രണ്ടാളും കൂടി ഇതാ റൂമിൽ നിന്ന് ഇറങ്ങി നല്ല വെജ് ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കണം. ആശാന്തേൻ്റെ മുമ്പിലുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ അതിന് ശേഷം വൈകുന്നേരം എനിക്കൊന്ന് റെഡ് ഫോർട്ടിലേക്ക് പോകണം. റെഡ് ഫോർട്ടിൽ പോകാം, റെഡ് ഫോർട്ട് വിസിറ്റ് ചെയ്യാം. അതിനുശേഷം രാത്രി നേരെ മണാലിയിലേക്ക്. അപ്പോൾ നമ്മുടെ യാസ്പാന ഞാൻ ഇന്ന് ഇവിടുന്ന് മിസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും വിമെറ്റ് അഗൈൻ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഡൽഹിയിലുള്ള അവസാന ദിവസം ഞാൻ ഇന്ന് രാത്രി മണാലിയിലേക്ക് പോക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി വെച്ചിട്ടുള്ള നമ്മൾ റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ടത് പറഞ്ഞാൽ ലാൽ കില എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ എൻ്റെ നേരെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഓക്കെ. അതാണ് റെഡ് ഫോർട്ടിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. 200 മീറ്റർ മാത്രമേ എൻട്രിയിലേക്കുള്ളൂ എന്നാണ് കാണിക്കുന്നത്. സോ നമുക്കിന്ന് റെഡ് ഫോർട്ടും കൂടി കണ്ടുകൊണ്ട് ഡൽഹിയിലോട്ട് വിട പറയാം. ഞാൻ അവിടെ മെട്രോ സ്റ്റേഷൻ അടുത്തതിനുള്ള എൻട്രിയിലെത്തി. പക്ഷേ എനിക്കൊന്ന് കർഷക സമരവും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാ ഗേറ്റും ഇപ്പോൾ ഓപ്പൺ അല്ല. അതുകൊണ്ട് അവിടെ ഒരു 10 റുപ്യ എന്നാൽ എൻട്രി ഗേറ്റിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ട് റിക്ഷൻ്റെ ആൾ വന്നിട്ടുണ്ട്. നോക്കാം, നമുക്ക് പോയി നോക്കാം. നമ്മൾ രണ്ടാളെ ഇപ്പോൾ ഉള്ളൂ. രണ്ടാളുണ്ട്. അത് പോരാ, രണ്ടാളും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ചങ്ങായി ഇങ്ങനെ നോക്കുന്നുണ്ട്. ആവോ ഭായ്, ആവോ ഭായ്, ആവോ ഭായ്. किधर है भाई? इतनी कामिल है. आओ आओ आओ. 10 रुपये है ना, ये कम करो. 5 रुपये को आदमी मिलेगा. ये रिटर्न. നമ്മൾ റെഡ് ഫോർട്ടിന് നേരെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട് റിക്ഷയിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. വേറെ ആരെയും കിട്ടിയില്ല. നമ്മൾ ഒരുമിച്ച് പ്രയത്നിച്ചു നോക്കി ആളെ കിട്ടാൻ വേണ്ടി. നമുക്ക് ആരെയും കിട്ടിയില്ല. നമ്മൾ രണ്ടാളും മാത്രമായിട്ട് പോകും. അപ്പോൾ റെഡ് ഫോർട്ടിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പോക്കാം.
കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ബസ്സൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്താ നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് എത്തി, അകത്തേക്ക് കയറിയിട്ട് റെഡ് ഫോർട്ടിന് എൻട്രി ആട്ടത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൺലി മോണ്യുമെൻ്റ് ആണെങ്കിൽ 50 റുപ്പീസാണ് വരുന്നത്. ബൈ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ 35. മോണ്യുമെൻ്റ് മ്യൂസിയം ആണെങ്കിൽ 80 റുപ്പീസ്, 56 മറ്റേത് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇങ്ങനെയാണ് ചാർജ് വരുന്നത്. ഇത് ഫോറിനേഴ്സിനായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്, നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോകാം. ജസ്റ്റ് മോണ്യുമെൻ്റ് മാത്രം മതി. എനിക്കിപ്പോൾ അത്ര സമയമുള്ളൂ, കാരണം അവിടെ റൂമിലെത്തി ബാക്കി പാക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന് പോകണ്ടതല്ലേ. സോ ലേഡീസിൻ്റെ ലൈനാണ്. ഇപ്പുറത്ത് പോയിട്ട് ക്യൂ നിന്ന് സംഭവം എടുത്തിട്ട് വിടാം. ഹലോ, മ്യൂസിയത്തിലേക്ക് എന്തായാലും നമുക്കിപ്പോൾ കയറാനും കഴിയില്ല, കാരണം മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് 4 മണി വരെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിലേക്കുള്ളത്, മോണ്യുമെൻറ്റിലേക്കുള്ളതാണ് നമുക്കിപ്പം കിട്ടുക. സമയം ഏകദേശം 4:30 മണി കഴിഞ്ഞു. സോ നമുക്ക് മോണ്യുമെൻറ്റിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. അങ്ങനെ 50 രൂപയുടെ ടിക്കറ്റും എടുത്ത് നമുക്കിന്ന് റെഡ് ഫോർട്ടിൻ്റെ കാഴ്ചകൾ കാണാം ഇന്ന്. ഓക്കെ, കിടക്കുന്ന കിടത്തം കണ്ട മുഗൾ രാജാവ് പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ഒരു ചെങ്കോട്ട, ഒരു ഹെവി സാധനം തന്നെ. നടന്ന് ഉപ്പാടിളകി. എൻ്റെ എൻട്രിയിലേക്ക് ഞാൻ ഇനി എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം വെയിലുണ്ട്. സമയം ഒരു 4:30 മണി 4:45 കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മ്യൂസിയത്തിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് മോണ്യുമെൻ്റ് ഇത് കൂടാതെ ഒരു മ്യൂസിയം കൂടിയുണ്ട്. അവിടേക്ക് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 4 മണിക്ക് മുന്നായിട്ട് തന്നെ ഇവിടെ എത്തണം കേട്ടോ എന്തായാലും. അങ്ങനെ അതാ ഷാജഹാൻ പണി കഴിപ്പിച്ച 2 കിലോമീറ്ററോളം ചുറ്റളവുള്ള ഒരു കോട്ടേൻ്റെ എൻട്രിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പണ്ട് കാലത്ത്, അതായത് മുഗൾ രാജവംശകാലത്ത് ആ സമയത്തുള്ള ഭരണാധികാരികളൊക്കെ താമസിച്ചത് ഇവിടെയായിരുന്നു പോലും. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗേറ്റ്. സോ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഉള്ള ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ. എൻട്രി അകത്തിങ്ങനെ കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ചെയ്യുന്ന കുറച്ച് സ്റ്റാൾസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇതൊരു അടിപൊളി ചന്ത പോലെ ഫീൽ ചെയ്ത കേട്ടോ. കുറേ മാലയും വളയും കമ്മലും ബാഗും എന്തെല്ലോ ഐറ്റംസ്, ഫാൻസി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കപ്പലായി എഴുതുന്നവരെല്ലാം സൂക്ഷിക്കാം. ഓളെല്ലാം കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഭാഗത്തേക്ക് കയറാണ്ടിരിക്കുന്നതാണ്. എല്ലാം അങ്ങനത്തെ ലേഡീസ് ഐറ്റംസാണ് മൊത്തം കാണുന്നത്. ഛാട്ടാ ചൗക്ക് മീൻസ് കവേർഡ് ബസാർ. അതന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടേ. ആക്ച്വലി ഇവിടെയുള്ള ഡിജിറ്റൽ മ്യൂസിയമാണ് കേട്ടോ. ഇവിടത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മേലെ കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് നോക്കിയേ, വീഡിയോയിലും വന്നിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതാ ഗ്രൗണ്ട്, നല്ല രസമാണ് ആംബിയൻസ്. പണ്ടത്തെ കൊട്ടാരം എന്നെല്ലാം പറയുന്ന സംഭവം തന്നെ ആയിരിക്കില്ല ഇത്. ചെങ്കോട്ട എന്നുള്ള പേര് വന്നു. പണ്ടത്തെ രാജകുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ താമസിച്ചിരുന്നതും അവർ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളായിതൊക്കെ.
വാട്ടറിൻ്റെ ഏരിയ ആണ് കേട്ടോ. കുടിവെള്ളമുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പിന്നെ എന്താ നേരെ അപ്പുറത്തെ ഒരു ക്യാൻറ്റീന് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ അകത്ത്. ശരിക്കും ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സംഭവം. അതിനകത്ത് ചെറിയ ചെറിയ ഓരോരോ മോണുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു രസമാണ് വന്നിട്ട് കയറിയിട്ട് ഇങ്ങനെ നടക്കാം. എനിക്കൊന്ന് രാത്രിയിലെ കുറച്ച് നല്ല വൈബ് ഉണ്ടാവും തോന്നുന്നു. പക്ഷേ രാത്രി ഇവിടുത്തെ എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല. അന്ന് 6 മണി ആകുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് ജമാ മസ്ജിദിൻ്റെ സൈഡിൽ വന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല. എനിക്കൊന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമായിരിക്കും. രാത്രി എത്ര മണി വരെ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഇതാ വിശാലമായ ഓരോ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ നടന്ന് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നടക്കാം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഇവിടെ വരാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈം തന്നെയാണ് കേട്ടോ. ഇത് ജനുവരി കൊടുന്ന തണുപ്പ് കഴിഞ്ഞിട്ട് ഒരു ഫെബ്രുവരി ഒരു മിഡിലാകുന്ന സമയമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. കാരണം വലിയ ചൂടൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ചെറിയ തണുപ്പുണ്ട്. ഈ ടൈമിലൊക്കെ രാത്രിയാകുമ്പോൾ മോശമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഒക്കെ നല്ല അടിപൊളി സമയമാണ് ഡൽഹി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ വരിക. ചൂടായി കഴിഞ്ഞാൽ വീട്ടിലെ മരണച്ചൂടാണെന്നും പറയുന്ന കേൾക്കലുണ്ട്. ഓക്കെ, എന്തായാലും സൂപ്പർബ് എക്സ്പീരിയൻസ്. എനിക്ക് ഡൽഹിയിൽ വന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് മടുത്തിട്ടില്ല മക്കളെ. അടിപൊളി സ്ഥലമാണ്, കാണേണ്ട കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസും കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എനിക്ക് പോലും മടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ പറയാനുണ്ടാവും. അത്രയ്ക്ക് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യേണ്ടി പറ്റൂല. ഒരാഴ്ച എന്നല്ല 10 ദിവസം ഇടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള സംഗതികളൊക്കെ ഇവിടെ ഡൽഹിയിലുണ്ട്. അപ്പോൾ വന്നോ കണ്ടോ. പിന്നെ ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അതാണ് ചടപടയെന്ന് ഓരോ ഡെസ്റ്റിനേഷൻസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്തത്. ഞാൻ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു 2 ദിവസം 3 ദിവസം കൂടെ തന്നെ കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥലങ്ങളേ ഉള്ളൂ ആസ് എ ടൂറിസ്റ്റായിട്ട് വരികയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും വരിക, എൻ്റർടൈൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ത്രൂ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഓക്കെ, നമുക്ക് ഇനി മുമ്പോട്ടേക്ക് തന്നെ ഞാൻ റൂമിലേക്ക് പോയിട്ട് ഇന്ന് രാത്രി മണാലിയിലേക്ക് പോകണം. മണാലി എന്ന് പറഞ്ഞാൽ ഇപ്പം -°C കംപ്ലീറ്റ്. ഫുള്ളി സ്നോ ആണ്. എന്താ സംഭവിക്കാമെന്നറിയില്ല.